അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് വെച്ച് പുലർത്തേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസം വിനാ സംശയലേശമന്യ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ കടമ നീ വെച്ച് പുലർത്തേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചോദ്യകർത്താവ് വീണ്ടും നബി തങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ ആരോടാണ് ഹബീബേ? പിന്നെ ആരോടാണ് ഹബീബേ? എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അടുത്തത് ആരോട് എന്ന് ചോദിക്കാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ് ഉമ്മയെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രാവശ്യം പറഞ്ഞു. നിർത്തുന്നില്ല സ്വഹാബി വര്യൻ വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ അടുത്തതാരോടാണെന്നറിയേണ്ടത്, അടുത്തതാരോടാണ് ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, നിന്റെ ഉമ്മയോടാണ്. മൂന്ന് പ്രാവശ്യം നബി തങ്ങൾ ചൂണ്ടിപ്പറഞ്ഞു ഉമ്മയെ. വീണ്ടും ചോദിച്ചു, അടുത്തതാരോട് ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ നാലാമത്തെ പ്രാവശ്യം പറയുന്നു, ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബന്ധം വെക്കേണ്ടത് അബൂക്കാ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയോടാണ്. ഉപ്പയോടാണ്. എന്തേ മൂന്ന് വട്ടം ഉമ്മയെ പറഞ്ഞു? മൂന്ന് വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയെ പറയാനുള്ള കാരണം ഇമാമികളെ രേഖപ്പെടുത്തുകയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലം കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തലവാ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അൽ മവാഹിബുൽ ജലിയയിലൂടെ മുഹദ്ദിസീങ്ങൾ ചേർത്ത് വെച്ചതാകുന്ന സംഭവങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. എന്തേ മൂന്ന് വട്ടം റസൂലുള്ളാഹി ഉമ്മയെ ചൂണ്ടിപ്പറയാൻ കാരണം? ഏറ്റവും കൂടുതൽ സുഹബത്ത്, ഏറ്റവും കൂടുതൽ ബന്ധം വെക്കേണ്ടത് ഉമ്മയോട്. എന്തേ കാരണം? റസൂലുള്ളാഹി കൃത്യമായി പഠിപ്പിക്കുന്നു. ഒന്നാമതായി പറയാൻ കാരണം എന്താണ്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയെ നീ മോശമായ രീതിയിൽ കൊണ്ടുപോകരുതേ. അവരോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കലാണ് ഒന്നാമതായി ഏറ്റവും വേണ്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. രണ്ടാമതായി ഉമ്മയെ വീണ്ടും പറയാനുള്ള കാരണം, ഉമ്മയല്ലേ നൊന്ത് പ്രസവിച്ചത്. ശരീരത്തിലേതാകുന്ന എല്ലുകൾ 22 ഭാഗങ്ങൾ ഒന്നിച്ച് പൊടിയുന്നതിന്റെ വേദനയാണെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ എത്രമാത്രം വേദനയാണ് സഹിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഉമ്മയെ പറയുന്നത്. പേര് സുഖപ്രസവം എന്നാണെങ്കിൽ പോലും വല്ലാത്ത വേദനയാണ്, പ്രയാസമാണ്. ആ വേദന സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഈ ലോകത്തേക്ക് നിന്നെ പ്രസവിച്ചിട്ടില്ലയോ? ആ കാരണത്താൽ ഉമ്മയെ വീണ്ടും പരിഗണിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. റസൂലുള്ള മൂന്നാമതെന്തേ പറഞ്ഞത്? പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്.
9 മാസം ഗർഭം ചുമന്നത് മാത്രമല്ല, നൊന്ത് പ്രസവിച്ചത് മാത്രമല്ല, 2 വർഷത്തോളം മുലപ്പാല് നൽകി നിന്നെ താരാട്ട് പാടി ഉറക്കിയത് ആ പ്രിയപ്പെട്ട ഉമ്മയല്ലേ, ഉമ്മയല്ലേ. ഉമ്മയുടെ താരാട്ട് പാട്ടുകൾ ഇന്നും ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നതായ മക്കളില്ലേ, കൊച്ചുമക്കളില്ലേ? അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മാതാവിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വട്ടം ഉമ്മയെ പറഞ്ഞിട്ട് തൊട്ടടുത്തത് അഥവാ ഉമ്മ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥാനമായി പ്രവാചകർ പഠിപ്പിച്ചത് അബൂക, നിന്റെ വാപ്പയാണ്, വാപ്പയാണ്. കേവലം ഉമ്മയെ പറഞ്ഞു പോകൽ ഈ സദസ് കൊണ്ട് തീരുന്നില്ല സഹോദര. രാവും പകലും നിനക്ക് വേണ്ടി ഓടിത്തളർന്ന പ്രിയപ്പെട്ടതാകുന്ന വാപ്പ ഇന്നൊരു പേക്കോലമായി നിലകൊള്ളുന്നത് ശരീരത്തിലെ എല്ലാ അസ്ഥിപഞ്ചരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശാരീരികമാകുന്ന അസ്വസ്ഥതയിലാണ്. അദ്ദേഹത്തിന് ഇന്ന് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മാരകമാകുന്ന രോഗങ്ങളുണ്ട്. 50 വർഷം പ്രവാസ ലോകം നയിച്ചതാകുന്ന മനുഷ്യൻ തന്റെ നാട്ടിലേക്കൊന്ന് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി കൊതിക്കുമ്പോൾ പോലും വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഉൾവിളികൾ, ഇതാ വീട്ടിലിതാ മകള് പ്രസവം എടുത്തിരിക്കുന്നു, വീട് കുടിയിരിക്കൽ എടുത്തിരിക്കുന്നു, അവരുടെ കുടുംബത്തിൽ പൈസ വേണം, കൊച്ചുമക്കളെ കെട്ടിച്ചു വിടണം. ഓരോ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് വീണ്ടും ഗൾഫിലേക്ക് കയറുകയാണ്. എത്ര കാലമാണ് കഴിയുന്നത്? അവസാനം മനുഷ്യൻ അറ്റാക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മാറാവ്യാധി പിടിപെടുകയാണ്, പെട്ടെന്നുള്ള തളർച്ചയാണ്, ശരീരത്തിൽ സ്ട്രോക്ക് ബാധിച്ചു, ആളുകൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അവിടെ നിന്ന് വെന്റിലേറ്ററിൽ കൊണ്ടുപോകുന്നു. ചിലർ മരണം വരിക്കുന്നു, ചിലർ മരണത്തോട് മല്ലടിക്കുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കൈകളിലുള്ളത് ഒരു പെട്ടി ഗുളിക മുഴുവനാണ്. ഒരു സമയത്ത് ഒരുപാട് പെട്ടികൾ വീട്ടിലേക്ക് കയറ്റിവിട്ട മനുഷ്യൻ, വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപകൾ കൊണ്ടുപോയ മനുഷ്യൻ, ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളതാകുന്ന മനുഷ്യനാണ്, വീട്ടിലേക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിലൂടെ മക്കളെ കെട്ടിച്ചു വിട്ടു, അദ്ദേഹത്തിലൂടെ ഭാര്യയ്ക്കതാ വലിയ ഉന്നതിയിലേക്ക് എത്തി, അമ്പരചുംബികളായ മണിമേടകൾ ഉണ്ടാക്കി, മാളിക സൗധങ്ങൾ പണിതുയർത്തി, സമൂഹത്തിൽ അറിയപ്പെടുന്നതിലേക്ക് ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ കുടമയായി, നാട്ടിൽ അറിയപ്പെടുന്നതിലേക്ക് വലിയ ഷോപ്പിംഗ് മാളുകൾ തലയ്ക്കും ഇതേ ഉയർന്നു പൊന്തി, നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന പണക്കാരനായി. പക്ഷേ ശരീരം ഇതാ മെലിഞ്ഞു ഉണങ്ങിക്കൊണ്ട് ശരീരത്തിലെ പോഷകാഹാരത്തിന്റെ കുറവ് മൂലം മാരകമാകുന്ന രോഗങ്ങൾ പേറി അവസാനം ആ മനുഷ്യൻ കൊണ്ടുവരുന്ന പെട്ടി വലിയതാകുന്ന പെട്ടിയാണ്. മാരകമാകുന്ന രോഗങ്ങൾ പേറി മരുന്ന മനുഷ്യൻ ആ പെട്ടി നിറച്ചുള്ള ഗുളികകളുമായി വീട്ടിൽ വരുന്നു. വാപ്പയ്ക്ക് ആരും തള്ളുന്നില്ല, മക്കളെ നോക്കാ തയ്യാറല്ല, കുടുംബം നോക്കാ തയ്യാറല്ല, സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ട. എത്രയോ പ്രവാസികളാണ് കരയുന്നത്, എത്രയോ പ്രവാസികളുടേതാകുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഉമ്മ മാത്രമല്ല ഏറ്റവും വലിയ സങ്കടത്തിലേക്ക് പോകുന്നതിൽ വാപ്പമാരുമുണ്ട്. അറിയണം, എത്രയോ പ്രവാസികളുണ്ട് പറയുകയാണ് പരസ്യമായി, ഞാൻ 50 കൊല്ലം 40 കൊല്ലം 30 കൊല്ലം 25 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു, എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് നാട്ടിലേക്ക് വന്നു, ഒന്ന് സ്വസ്ഥമായി കുടുംബത്തോടൊന്ന് കഴിയാമെന്ന് കരുതി. പക്ഷെ എന്റെ സമ്പത്ത് മുഴുവനും മക്കൾ ഇതാ എഴുതിയെടുത്തു, ഭാര്യ എഴുതിയെടുത്തു, വാപ്പയെ പുറത്താക്കുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്. ഇല്ല മുസ്ലിമേ, നീ ഗുണം പിടിക്കില്ല, നീ രക്ഷപ്പെടുകയില്ല, ദുനിയാവിലും രക്ഷപ്പെടില്ല, ആഖിറത്തിലും രക്ഷപ്പെടില്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പൊരുത്തം ഏതൊരു മനുഷ്യൻ നേടിയെടുത്തിട്ടുണ്ടോ അവർക്കാണ് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വസുഖത്തല്ലാഹി ഈ സുഖത്തിൽ വാലിദൈൻ, വാപ്പായുടെയും ഉമ്മായുടെയും കോപം ഏതൊരു സഹോദരൻ നേടിയെടുത്തിട്ടുണ്ടോ ഈ ദുനിയാവിലും അവൻ രക്ഷപ്പെടില്ല, ആഖിറത്തിലും രക്ഷപ്പെടില്ല. ദുനിയാവിലും രക്ഷപ്പെടില്ല, ആഖിറത്തിലും രക്ഷപ്പെടില്ല. പടച്ചറപ്പിന്റെ കോപം അവനിൽ ഉണ്ടാകുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര സമ്പത്ത് നീ ഒരുമിച്ച് കൂട്ടിയാലും സമൂഹം നിന്നെ ഉയരെ ചെയ്ത് ഏറ്റവും വലിയ പന്താവിലേക്ക് എത്തിച്ച
എത്തിച്ചാലും സമുദായം മുഴുവനും നീ ഏറ്റവും വലിയ ധനികനാണ്, വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയവനാണെന്ന് പറഞ്ഞാലും, വലിയ വീട് വെച്ചുകൊണ്ട് പാർത്താലും വാപ്പായുടെയും ഉമ്മായുടെയും കരച്ചിൽ വീണിട്ടുണ്ടോ? നിന്റെ കുലം മുടിഞ്ഞു പോകുമേ. നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. അള്ളാന്റെ പൊരുത്തം അവരിലാണ്, അള്ളാഹുവിന്റെ കോപം അവരെ കോപിച്ചലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വാപ്പാടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിച്ചെടുത്തോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തങ്ങളുടെ ചാരത്തേക്ക് ഒരനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട ജാഹിമാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ആ മനുഷ്യൻ വന്നിട്ട് സ്വഹാബി വന്നിട്ട് പറയുകയാണ്, നബിയേ, ഞാൻ തങ്ങളോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യം വെക്കുന്നു ഹബീബേ. ഇന്നി ഉരീദുൽ ജിഹാദ് മഅക. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ധർമ്മസമരത്തിൽ വന്ന് ശത്രുക്കളെ വെട്ടേറ്റുകൊണ്ട് ഷഹീദായി മരിക്കാൻ എനിക്ക് വല്ലാത്ത ആശയാണ് നബിയേ. എന്നെ കൂടി യുദ്ധത്തിന് കൊണ്ടുപോകണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ജാഹിമാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദാക, നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നാം ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. പ്രായമെത്തിയവരാണവർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്കുണ്ട്, പഠിച്ചു വെക്കണേ. പത്തിരിപ്പാലയുള്ള മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടവരാണ്. പള്ളിയുടെ അകത്തളത്തിൽ ഖുർആനോദി ദിക്റിലായി, ശുക്റിലായി, സുജൂദിലായി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഅ്തികാഫിലായി അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നതിനേക്കാൾ മഹത്വം പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പടവെട്ടി മരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ മഹത്വം റസൂലുള്ളാഹി പറയുകയാണ്, ഫഫീഹി മാ ജാഹിദ്, ഫഫീഹി മാ ജാഹിദ്, ഫഫീഹി മാ ജാഹിദ്. നിന്റെ വാപ്പായുടെയും ഉമ്മായുടെയും അടുക്കൽ പോയി ഖിദ്മത്ത് എടുത്തുകൊണ്ട് സ്വർഗം നേടിക്കോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ ഹുനൈൻ യുദ്ധത്തിൽ വന്ന് എന്നോടൊപ്പം എനിക്ക് സഹായിയായി വന്ന് ശത്രുക്കളോട് അടരാടിക്കൊണ്ട് മരിക്കേണ്ടവനല്ല. നീ നിന്റെ വീട്ടിൽ കരിമ്പുടം പുതച്ചുകൊണ്ട് കരിപുരണ്ട വസ്ത്രം ധരിച്ച് അടുക്കളയിൽ കരിപുരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രായം ചെന്ന ഉമ്മയില്ലേ, ആ ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടലാണ്. അതാ വീടിൻ്റെതാകുന്ന ഉമ്മറത്ത് ചാരുകസേരയിൽ ചെരിഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട വാപ്പ, ശരീരം മുഴുവനും അസ്ഥിപഞ്ചരങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രായം ചെന്ന മനുഷ്യൻ, പോഷകാഹാരത്തിന്റെ കുറവുള്ള മനുഷ്യൻ, ഒരുപാട് ആഹാരം കഴിച്ചിട്ടില്ല, മണിക്കൂറുകൾ നടന്നിട്ടാണ് ജീവിതം തള്ളി നീക്കിയിട്ടുള്ളത്, എത്രയോ കിലോമീറ്റർ നടന്നതാകുന്ന മനുഷ്യനാണ് അദ്ദേഹം. നിന്നെ പോലെ വലിയ ജീവിതം നയിച്ച മനുഷ്യനല്ല, എയർ കണ്ടീഷൻ റൂമിൽ കടന്നുറങ്ങിയ മനുഷ്യനല്ല, നീ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നതായ മനുഷ്യനല്ല, നിന്റെ മക്കൾക്ക് നീ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ ജങ്ക് ഫുഡുകൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ജീവിതം ഹോമിച്ച മനുഷ്യനല്ല, നീ എല്ലാ ദിവസവും നല്ല രീതിയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്, ആരോഗ്യം നിലനിർത്താൻ ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, നീ ഇന്ന് സുസ്പാക്കിന്റെ വക്താവാണ്, നീ നല്ല ആരോഗ്യ ദൃഢഗാത്രനാകുന്ന യുവാവാണ്. നിന്നെ ഈ രൂപത്തിലേക്ക് നിന്നെ ഒന്ന് രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് ആ ചാരുകസേരയിൽ കിടക്കുന്നത്. ആ പ്രായം ചെന്ന മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് മുത്തം കൊടുത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ ഒന്നൊഴിഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കണേ. ഫഫീഹി മാ ജാഹിദ്, ഫഫീഹി മാ ജാഹിദ്, ഫഫീഹി മാ ജാഹിദ്. നിന്റെ വാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജിഹാദിലാണ് നിനക്ക് സ്വർഗമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധമാക്കപ്പെട്ട ഉഹദിലേക്ക് വരാൻ ഒരു സഹാബി വര്യൻ വന്നുകൊണ്ട് നബി തങ്ങളുടെ അടുക്കൽ കെഞ്ചുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, അഹയ്യുൻ വാലിദതുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. വാപ്പയാണ് മരണപ്പെട്ടു പോയത്, ഉമ്മ ഇപ്പോഴും ഉണ്ട് ഹബീബേ. നബി തങ്ങൾ പറഞ്ഞു, ഫഫീഹാ ജാഹിദ്, അവരിൽ പോയി ജിഹാദ് നടത്തണേ, അവരെ പോയി നീ ഖിദ്മത്ത് എടുത്തു കൂടണേ, നിനക്ക് സ്വർഗം അവിടെയാണുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
സ്വർഗം അന്വേഷിച്ച് സ്വർഗം തേടിക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവനാണോ? എന്നാൽ നീ മനസ്സിലാക്കിക്കോ, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു. ആ സ്വഹാബി വരി നബി തങ്ങളുടെ വരത്തിലൂടെ, നബിയുടെ പിറകിലൂടെ, നബിയുടെ മുന്നിലൂടെ, നബിയുടേതാകുന്ന പല ഭാഗങ്ങളിലൂടെ, നബിയേ എന്നെ കൊണ്ടുപോകുമോ ഹബീബേ, എനിക്ക് ഷഹാദത്ത് കിട്ടണം റസൂലേ, എനിക്ക് സ്വർഗം കിട്ടണം റസൂലേ, ആഖിറം കരുതുന്നു ഹബീബേ. പലവട്ടം നബി തങ്ങളുടെ മുന്നിലൂടെ, പിറകിലൂടെ, വലത്തിലൂടെ, ഇടത്തിലൂടെ നടന്ന മനുഷ്യനാണ്. അവസാന നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിനാണോ നീ പരിശ്രമിക്കുന്നത്? സ്വർഗത്തിനാണോ എന്റെ മുന്നിലൂടെ, എന്റെ പിന്നിലൂടെ, എന്റെ വലത്തൂടെ, എന്റെ ഇടത്തൂടെ പല പ്രാവശ്യം നീ നടക്കുന്നത്? എന്നാൽ വീട്ടിലേക്ക് പൊയ്ക്കോ പൊന്നുമോനെ, നിന്റെ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കുടിക്കോ. ഫഇന്നൽ ജന്നത തഹത റിജലിഹാ, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഉമ്മാക്ക് നല്ലതുപോലെ ഖിദ്മത്തെടുത്തോ. വാപ്പായ ഉമ്മായി ഒരാളെ ഒഴിവാക്കണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഉമ്മായ മാത്രം പറയൽ കൊണ്ട് എനിക്ക് സംതൃപ്തി ആവൂല, രണ്ടുപേരെയും പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മക്കൾ മാതാപിതാക്കൾ ഒഴിവാക്കുകയാണ്. അഖ്സാ അബാ വ അദ്നാ സ്വദീഖാ, വാപ്പായ ഉമ്മായെ പുറന്തള്ളും, അവരെ അകറ്റി നിർത്തും, കൂട്ടുകാരെ അടിപ്പിക്കുന്നതാകുന്ന ഒരു ഘട്ടം കടന്നു വരാതെ ഈ ലോകം അവസാനിക്കില്ല കേട്ടോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് നബി തങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്ന് നേർക്ക് നേരെ ഈ സമുദായം കാണുകയാണ്. സ്വന്തം മക്കൾ മാതാപിതാക്കൾ അകറ്റുന്നു, കൂട്ടുകാരെ അടിപ്പിക്കുന്നു. നമ്മൾ ഈ വാദ പറയുന്ന സമയത്തും പത്തിരിപ്പാലയിലെ പല വീടുകളിൽ അകത്തലങ്ങളിൽ IPL-ന്റെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളില്ലയോ? ഈ സമയത്ത് നടന്മാർ പല ആളുകളും സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും സബ്സ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് 399 രൂപ എല്ലാ മാസവും നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ എന്റെ ശരീരത്തിന്റെ ഈ കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളില്ലേ? അത്തരത്തിലുള്ള സഹോദരിമാരുടെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് വാപ്പയും ഉമ്മയും ചുരച്ചുകൊണ്ട് ചുമച്ചുകൊണ്ട് പനി പിടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് പോലും അവരെ നോക്കാതെ ഇപ്പുറത്ത് റൂമിലിരുന്നു കൊണ്ട് പുതപ്പിൻ കീഴിലിരുന്ന് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടുകൊണ്ട് നുണയുന്നതായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര ശരിയാണ്. അഖ്സാ അബാ വ അദ്നാ സ്വദീഖാ, അപ്പായും ഉമ്മായും അകറ്റും, കൂട്ടുകാരെ അടുപ്പിക്കും. അതുകൊണ്ടാണല്ലോ ഇന്ന് ചങ്ക് ബ്രോ, നമ്മുടെ ചങ്കത്തിയാണ്, നമ്മുടെ ചങ്കാണ്, ഒരിക്കലും വിട്ടുകളയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആളുകൾ അടുപ്പിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അവരുമായിട്ട് വെക്ക മലപ്പുറം പിടിക്കാണ്, വെക്ക ചോറും മീനൊക്കെ അടിച്ച് സെറ്റായി വരിക. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഫുഡടിച്ചുകൊണ്ടടങ്ങുക, റീല് കളിച്ചുകൊണ്ടടങ്ങുക, അപ്പായുമായി അവഗണിക്കുക. സഹോദര സഹോദരിമാരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കുന്നു. അവരുടെ പൊരുത്തമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വിജയില്ല. അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങിച്ചെടുത്തോ, നാല് രക്ഷപ്പെടുവോ. അതുകൊണ്ട് എന്തെങ്കിലും വിഷയം അവരിലുണ്ടായോ വേഗം പൊരുത്തപ്പെടിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ പരിശ്രമിച്ചോ.